ഈ സഭ കൊണ്ട് എന്ത് പ്രയോജനം എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ചർച്ച് ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് ഗോഡ്സ് കിങ്ഡം. ദൈവരാജ്യത്തിന്റെ ഒരു അടയാളമാണ്, ഒരു ലോക്കൽ യൂണിറ്റാണ് ഒരു ഇടവക എന്ന് പറയുന്നത്. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ എല്ലാവരെയും സ്നേഹിച്ച് കരുതി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘം, അതാണ് ഒരു ഇടവക എന്ന് പറയും. ആ ഇടവകയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഇടവക ഒരിക്കലും ആ ഇടവകയിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിലകൊള്ളേണ്ടത്, പിന്നെയോ ചുറ്റുപാടുള്ള പരിസരങ്ങളിലുള്ള ആളുകൾ കൂടെ നമ്മുടെ ഇടവകയുടെ ഭാഗമാണ്. ഇവിടെ കർത്താവ് പറഞ്ഞത്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളും എനിക്കുണ്ട്, അവയെ ഞാൻ പുലർത്തേണ്ടതാകുന്നുവല്ലോ. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ മറ്റ് മതസ്ഥരായിരിക്കും, അവരും നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കടമ, ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അടയാളമായ ഇടവക ചുറ്റുപാടുകളുടെ ഒരു സ്പേസ് ആയിട്ട് മാറും. അതുകൊണ്ട് ഈ പാരീഷ് എന്നൊക്കെ പറയുമ്പോൾ, ഇടവക എന്നൊക്കെ പറയുമ്പോൾ, ഇടയന്റെ വക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സ്പേസ് ഈ ഇടവകയിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്, യുവജനങ്ങൾക്കുണ്ട്, പ്രായമുള്ളവർക്കുണ്ട്, മുതിർന്ന ക്ഷീണിതരായ ആളുകൾ എല്ലാവർക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്കും ഈ ഇടവകയിലൊരു ഇടം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കും. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ മാർത്തോമാക്കാരുടെ ഒരു കൂട്ടായ്മ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും ഒരു സംഘവുമാകുന്നു ഇടവക.